വന്യമൃഗ ശല്യങ്ങൾ തടയുന്നതിൽ കാര്യമായ ഇടപെടൽ നടത്താത്ത ഇടത് വലത് മുന്നണികൾക്കെതിരെ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. ജനാധിപത്യം രാജഭരണം പോലെയല്ല. രാജഭരണത്തിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ജനങ്ങളുടെ കാര്യങ്ങൾ നിയമസഭയിലും ലോക്സഭയിലും എത്തിക്കാനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. വയനാട്ടിൽ ഒരു MP-യും 3 MLA-മാരുമുണ്ട്. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ജനപ്രതിനിധികളാണ്. നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലെന്നും ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. ജനാധിപത്യത്തിൽ രാജഭരണം പോലെയല്ല, രാജഭരണത്തിലാണ് പോയി നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇന്ന് നമ്മുടെ പ്രതിനിധികളാണ് നിയമസഭയിലും പാർലമെൻറ്റിലും ഉള്ളത്. വയനാട്ടിൽ 3 MLA-മാരാണുള്ളത്. ഇവിടെ ഒരു MP ഉണ്ട്. ഇവർ പോയിട്ട് എവിടെയാണ്? അവർക്ക് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. അതുപോലെ അവരിവിടെ ഒന്ന് വരണമായിരുന്നു. വന്നിട്ട് സ്വാഭാവികമായിട്ടും ആളുകളോട് ഒരല്പ സഹതാപത്തോട് കൂടിയിട്ട് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് പറയണമായിരുന്നു. മാത്രം അതിലുപരിയായിട്ട് ഈ ആളുകൾ എവിടെ പോയാണ് അവരുടെ സങ്കടം പറയേണ്ടത്? അതിനൊരു ഓഫീസുണ്ടോ? ഇവിടെ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കി. എന്തിനാ പ്രമേയം പാസ്സാക്കുന്നത്? നമ്മൾ പ്രമേയം അല്ല പാസ്സാക്കേണ്ടത്. പ്രത്യുത ഇവിടുന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രപ്പോസൽസ് കേന്ദ്രത്തിലേക്കാണ് കൊടുക്കണം. ജനത്തിൻ്റെ കൂടെ നിൽക്കാത്തവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഈ ജനതയെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറയാൻ കഴിയുക? ഗൂഗിളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, ഒരുപക്ഷെ വയനാട് ജനതയുടെ ഏറെ നാളത്തെ പരിഭവം കൂടിയാണ് ഇപ്പോൾ ബിഷപ്പിന്റെ വാക്കുകളായി പുറത്തു വരുന്നത്. കാരണം ഒരു MP ഉണ്ട്, 3 MLA-മാരുണ്ട്. ഇവരാരും ഈ വയനാട് ജനതയുടെ ആവശ്യം ഈ ജനപ്രതിനിധി സഭകളിൽ പോയി അറിയിക്കുന്നില്ല. അവരുടെ MP ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് അയച്ച MP-യാണ്. അദ്ദേഹം ഇപ്പോൾ ബീഹാറിൽ ചില യാത്രയുടെ തിരക്കിലാണ്. ഈ വയനാട് ജനത ഇത്രയും വലിയ പ്രശ്നം നേരിടുമ്പോൾ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇനി MLA-മാരും സമാനമായ ഒരു സ്ഥിതിയിലാണ് ഉള്ളതെന്ന് ബിഷപ്പിന്റെ വാക്കുകളിൽ വ്യക്തം. അതെ, വയനാട് ജനതയുടെ വികാരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അതായത് ഞങ്ങൾക്ക് പരാതി പറയാനൊരു സ്ഥലമില്ല, ഞങ്ങൾ എവിടെ പോയിട്ടാണ് പരാതി പറയേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ മറ്റ് പരാതികൾക്കൊക്കെ ഒരു സ്ഥലത്ത് പോയി പരാതി പറയാൻ സാധിക്കുമെങ്കിലും ഈ വിഷയത്തിൽ പരാതി പറയാൻ ഞങ്ങൾക്ക് ഒരു ഇടമില്ല. ഞങ്ങൾ ഈ ജനപ്രതിനിധികളെ MLA-മാരെയും MP-മാരെയും തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കാനുമാണ്. എന്നാൽ ഞങ്ങൾക്ക് നേരിട്ട് നിയമസഭയിലോ ലോകസഭയിലേക്കോ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഇവരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും അയച്ചിരിക്കുന്നത്. അവർ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവർക്ക് ഞങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെങ്ങനെയാണ് ഞങ്ങളുടെ പ്രതിനിധികളാണ്, അവരെങ്ങനെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറയാൻ വേണ്ടി കഴിയുക എന്ന രൂക്ഷ വിമർശനമാണ് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ജനം TV-യോട് ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി നമുക്കറിയാം 2019 2014 ഒക്കെ രാജ്യത്തിന് പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെ മുൻനിർത്തിയാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹമാണ് വയനാട് ലോകസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി. ആ MP-യെ ഞങ്ങൾക്ക് കാണാനില്ല. ഞങ്ങൾക്ക് പരാതി പോയി പറയണമെങ്കിൽ ഇവിടെ ഒരു സംവിധാനമില്ല. ഈ അജീഷ് എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടാന ചവിട്ടിക്കൊന്ന് 7 ദിവസം പിന്നിടുമ്പോഴും വയനാട് MP-യോ സ്ഥലം MLA-യോ ഇവരുടെ വീടൊന്നും വന്ന് സന്ദർശിച്ചില്ല. അവരൊന്ന് വരണമായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ അജീഷിന്റെ മകളോ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ അഭിപ്രായം പങ്കുവച്ചിരുന്നെങ്കിലും അത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നെങ്കിലും ആ പ്രതികരണത്തിന് ശേഷവും ഇങ്ങോട്ടേക്ക് വരാൻ ഈ MLA-ക്കോ MP-ക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് മാത്രമല്ല, വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഈ സമയത്ത് വന്നിട്ടുള്ള ഈ സംഭവം, അതായത് അജീഷ് മരണപ്പെടുന്ന അന്ന് തന്നെ നമ്മൾ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനോട് താങ്കൾ വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ പോകേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ മറ്റു കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. എന്നാൽ ആ സംഭവം നടന്നതിന് ശേഷം ഇന്ന് 7ാം നാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വകുപ്പ് മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല, മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടില്ല, ആശ്വാസ വാക്കുകളുമായി ആരും ഇവിടെ എത്തിയിട്ടില്ല. ഈ മാർ ജോസ് പൊരുന്നേടം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യം. ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സഭകളെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അപേക്ഷിക്കേണ്ട കാര്യമല്ല. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രശ്ന പരിഹാരത്തിനായി ഈ ജനപ്രതിനിധികളെ MLA-യോ MP-യോ വകുപ്പ് മന്ത്രിമാരെയോ ഒക്കെ കണ്ട് അപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് എന്ന ഒരു നിസ്സഹായാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞങ്ങളിന്ന് അങ്ങോട്ടേക്ക് പോയി പ്രതികരിക്കുന്നു, ഇത് രാജഭരണമല്ലല്ലോ, ഇത് ജനാധിപത്യമാണല്ലോ എന്ന രീതിയിൽ അദ്ദേഹം ഇവരുടെ ഈ വയനാട് ജനതയുടെ നിസ്സഹായ അവസ്ഥയും ഞങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട MP-മാരും MLA-മാരും
ഈ വയനാട് ജനതയോട് ചെയ്യുന്ന ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയുമാണ് ജോസ് പെരുന്നേടം പങ്കുവച്ചിട്ടുള്ളത്. വളരെ രൂക്ഷമായ രീതിയിൽ MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. നാളുകളായി തുടരുന്ന പ്രശ്നമാണ്. ഇവിടെ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബത്തേരിയിൽ ആനയിറങ്ങിയ സമയത്തും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. റോഡിൽ ആനയിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വീടുകളിലേക്ക്, സ്വന്തം വീടുകൾ പോലും അടച്ചുറപ്പോടെ ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാലങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരോട് പരാതി പറയുന്നു. പക്ഷേ ഇവരെ ആരും തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികളാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരെ കിട്ടുന്നില്ല. ഞങ്ങളുടെ പ്രശ്നം ഒന്ന് അറിയിക്കാൻ പറ്റുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം തേടി, അല്ലെങ്കിൽ ഈ വയനാടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നത്തിന് പരിഹാരം തേടി അവർ നിയമസഭയിലോ ലോകസഭയിലോ തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുന്നില്ല. ഒരു പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിയമസഭയിൽ ഒരു വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. അത് പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയുന്നു. സക്രിയമായി ഇടപെടേണ്ടിയിരിക്കുന്നു. അത് ഈ സ്ഥലത്തെ MLAയോ MP യോ ഒന്നും ഈ കാര്യമായി ഇടപെടുന്നില്ല. ജനങ്ങളുടെ ദുരിതം വിവരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ജനങ്ങളുടെ നിസ്സഹായത വിവരിച്ചുകൊണ്ടുമാണ് മാനന്തവാടി രൂപതാ ബിഷപ്പ് ജനം TV-യോട് ഈ വയനാട് ജനങ്ങൾ ഇപ്പോൾ കാലങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊന്നുമല്ല, കുറച്ച് നാളുകളായി തുടരുന്നതാണ്. ഇത് യാദൃശ്ചികമായി സംഭവിച്ച കാര്യമല്ല. ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നതാണ്. ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ ഇവരൊന്ന് വരണമായിരുന്നു, ഒരു ആശ്വാസ വാക്ക് പറയണമായിരുന്നു, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയണമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 3 നിയോജക മണ്ഡലങ്ങൾ ജില്ലയിലുണ്ട്. മാനന്തവാടി ഉണ്ട്, സുൽത്താൻ ബത്തേരി ഉണ്ട്, കൽപ്പറ്റ ഉണ്ട്. ഈ 3 ഇടങ്ങളിലെ MLA മാർ എവിടെ എന്നുള്ള ഒരു പ്രസക്തമായ ഒരു ചോദ്യം ഇപ്പോൾ ബിഷപ്പ് ചോദിച്ച പോലെ തന്നെ, ഗോകുൽ ആവർത്തിച്ച പോലെ തന്നെ ഉയരുന്നുണ്ട്. അതിൽ 2 പേർ UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA മാരാണെങ്കിൽ ഒന്ന് ഭരണകക്ഷിയുടെ ഭാഗമായ MLA തന്നെയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഈ പ്രശ്നമുണ്ടായപ്പോൾ അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ ഈ റോഡ് ഉപരോധം അടക്കമുള്ള സമരമുറകളിലേക്ക് അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി, അവരുടെ ജീവിതത്തിന്റെ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായി അവർ കേണപേക്ഷിച്ചപ്പോൾ, ശക്തമായി പ്രതിഷേധിച്ചപ്പോൾ ഒക്കെ ഈ മാനന്തവാടി MLA വഴിയിൽ തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതിനുശേഷം OR കേളുവിനെ കണ്ടവരുണ്ടോ അവിടെ? OR കേളു സ്ഥലത്ത് വന്നിട്ടേ ഇല്ല. OR കേളുവിന്റെ വീടിന്റെ 4 കിലോമീറ്റർ പരിധിയിലാണ്. 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ നിന്ന് ഈ മാനന്തവാടി MLA OR കേളുവിന്റെ വീട്ടിലേക്ക്. അദ്ദേഹം ഇവിടെ വന്നിട്ടേ ഇല്ല. ഈ സുൽത്താൻ T സിദ്ദിഖും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തവണ ഈ വീട് വന്ന് കാണുകയും സന്ദർശിച്ചു പോവുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് മാർ ജോസ് പെരുന്നേടം പങ്കുവെക്കുന്നത്. അതേസമയം ഈ OR കേളു സ്ഥലം MLA ആണ്. കുറച്ചുകൂടി സംസ്ഥാന സർക്കാരുമായി, വകുപ്പ് മന്ത്രിയുമായിട്ട് കൂടുതൽ ആക്സസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ വിമർശനമാണ്. അതായത് നോക്കൂ, 4 കിലോമീറ്റർ പരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനം എടുത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അജീഷിന്റെ വീട്ടിലെത്താം. എന്തുകൊണ്ട് അദ്ദേഹം ഈ അജീഷിന്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്നതിനുള്ള ഉത്തരമാണ് കാലങ്ങളായിട്ട് ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് എന്നത്. കാരണം ഇത് കുറെ കാലമായി ഇവർ ഈ സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകളോട് പങ്കുവെക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ സാധിക്കാത്തതുള്ള കുറ്റബോധം മൂലമായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ വികാരാതീതരായി എന്തെങ്കിലും ചെയ്യുമെന്ന ഭയം ഉള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കാം അദ്ദേഹം ഈ സ്ഥലത്തേക്ക് വരാതിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇന്നലെ മാർ ജോസ് പെരുന്നേടവും പറഞ്ഞത്. അദ്ദേഹത്തിനൊന്ന് വരാമായിരുന്നു, 2 ആശ്വാസ വാക്കുകൾ പറയാമായിരുന്നു, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാമായിരുന്നു, അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കാമായിരുന്നു. അതിനുപോലും തയ്യാറാവാത്ത ഇവരെ ജനപ്രതിനിധികളെന്നോ ഞങ്ങളുടെ പ്രതിനിധികളെന്നോ പറയാൻ സാധിക്കില്ല എന്നാണ് ഇന്നലെ ജോസ് പെരുന്നേടം പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പരാതികൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാനും അത് ഉപരിസഭയിലേക്കും എവിടെ വെച്ചാണോ പരിഹാരം ഉണ്ടാകേണ്ടത് ആ മേഖലയിൽ ആ സ്ഥലത്ത് എത്തിക്കാനും ഒക്കെയാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്.
ഇവർ ഇത് പറയാൻ തയ്യാറാകുന്നെങ്കിൽ പിന്നെ ഇവരുടെ ആവശ്യം എന്തിനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മാർ ജോസ് പെരുന്നേടം ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ, വിശ്വാസികളുടെ പ്രതിനിധി എന്ന നിലയിൽ, ഇവിടുത്തെ കർഷകരും മറ്റും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾക്ക് ഇവരുടെ ഓഫീസിലേക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പോലും ഇവരെ കണ്ടുകിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നവും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നവുമാണ്. കാരണം അദ്ദേഹം ആദ്യം നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് രാജഭരണകാലമല്ല, അവിടെ പോയി പരാതി പറയേണ്ട ഘട്ടമല്ല. നമ്മുടെ നികുതിയും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് കൂടി അതിന് കാര്യമായ പരിഹാരം തേടാനോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്താനോ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് സർക്കാരിന്റെ പരാജയമാണ്. അല്ലെങ്കിൽ വരുന്നില്ല എങ്കിൽ അവർ ജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യവുമാണ്. അനു, ഗോകുൽ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ആക്ഷേപം കൂടി വരുന്നുണ്ട്. അത് നമ്മൾ വായിച്ചു പോവുകയേ മതിയാവൂ. കാരണം വയനാട് പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്നൊക്കെ അലമുറയിടുന്നവരുണ്ട്. തീർച്ചയായും ഈ സർക്കാസ്റ്റിക് ആയിട്ട് എടുത്തേ മതിയാവൂ. കാരണം ജനതയുടെ ഒരു മുഴുവൻ ആവശ്യവുമാണ് ഈ MP ഒരു പക്ഷേ വയനാട്ടിൽ നിന്നും ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത പാർലമെന്റിൽ എത്തിച്ച MP ആവുമ്പോൾ അവർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വിഷയങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു വ്യക്തി എന്നവർ ഒരുപക്ഷെ വിശ്വസിച്ചേക്കാം. എന്നാലും ഈ സ്വന്തം മണ്ഡലത്തിൽ ഞെട്ടിക്കുന്ന സംഭവം നടന്നിട്ടും ഭാവി പ്രധാനമന്ത്രിയെ അറിഞ്ഞതേയില്ല എന്നൊക്കെയാണ് ആക്ഷേപം വരുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്. ഗോകുൽ, അതെ, അത് തന്നെയാണ്. അദ്ദേഹം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ തിരുനെല്ലി പഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയ അതായത് അടുത്തടുത്ത് വീടുകളുള്ള ജനവാസ മേഖലയൊന്നുമല്ല. അവിടെ മിനിയാന്ന് രാവിലെ ഒരു 800ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ രാത്രി വലിയൊരു പന്തം കൊളുത്തി പ്രകടനം നടത്തണമെങ്കിൽ എത്രത്തോളം ഐക്യമാണ് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. ഈ കാടും ജനവാസ മേഖലയും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ ആ രീതിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിനും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇവരെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമായി നിൽക്കുമ്പോഴും ഈ പറയുന്ന വയനാട് MP അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ചോദിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പ്രതിനിധികളായി ആരും തന്നെ വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഇന്നലെ അജീഷിന്റെ വീട്ടിൽ പോയ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വ്യക്തിക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയായി ഏത് രീതിയിലാണ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ജനങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് എന്ത് ആത്മാർത്ഥതയാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ചോദിക്കേണ്ടതാണ്. അതായത് നമുക്ക് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരും UDFകാരും വലിയ പ്രചരണം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക്, എന്താണ് അതിൽ ഇത്ര പ്രത്യേകത എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സ്വന്തം മണ്ഡലത്തിലേക്ക് ഒരു MP വരുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണോ എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധി വയനാടിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അദ്ദേഹം രാജ്യത്തെ പല സ്ഥലങ്ങളിൽ നിന്നും സന്ദർശനം നടത്തി തിരിച്ച് വയനാടേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ച് പ്രചരണം നടത്തുകയാണ്. ഇതെന്തോ അസ്വാഭാവികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ അസാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവിനെ ഇവിടെയുള്ള UDFകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചിത്രീകരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം ഇവിടെ ഇല്ല. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഇവിടെ ഒരു MP ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു ജനപ്രതിനിധി മേഖലയിൽ ഇല്ലാത്തതാണ് കാലങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നം. അത് തന്നെയാണ് ജോസ് പെരുന്നേടം ഇന്നലെ ജനം TV-യുമായി പങ്കുവച്ചത്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്, ഞങ്ങളിത് കുറെ കാലമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരം തേടി പല ഘട്ടങ്ങളിലും അലയുന്നുണ്ട്, പക്ഷെ ചിലപ്പോഴെങ്കിലും ഞങ്ങൾക്ക് എവിടെയാണ് പരാതി പറയേണ്ടത് എന്ന് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഞങ്ങളുടെ പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരുടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവർ ഞങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ ഞങ്ങളുടെ പ്രശ്നം കേൾക്കാനോ ഞങ്ങൾക്കൊരാപത്തുണ്ടാകുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താനോ ഒന്നും
വരാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെയാണ് ഇന്ത്യ മുന്നണി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അതുതന്നെയായിരുന്നു. താൻ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അപ്രാപ്യനായ അല്ലെങ്കിൽ ആക്സസ് ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് രാജ്യത്തെ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്യുക എന്നൊരു ചോദ്യം വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആ ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനും അല്ലെങ്കിൽ UDF-നും ഒക്കെ മറുപടി പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും. പക്ഷേ അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ വരേണ്ടതിരിക്കുന്നു. ആ ചോദ്യത്തിനൊക്കെ മുമ്പ് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അടിയന്തരമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയോ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രശ്നത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട്. അതൊരു മനുഷ്യത്വപരമായ സമീപനമാണ്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്, അവരുടെ സ്വത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. മറ്റ് വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ വരികയും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് മറ്റൊരു MP-യും ഇവിടേക്ക് വരുമെന്ന് കരുതാനാവില്ല. അദ്ദേഹം തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആ നിരുത്തരവാദപരമായ സമീപനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി ഈ വയനാട് ജനതയുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ജനത ഒറ്റക്കെട്ടായി പറയുന്നത്. അതുതന്നെയാണ് രൂപതയുടെ ഭാഗമായിട്ടും ഇന്നലെ മാനന്തവാടി ബിഷപ്പ് നമ്മോട് പങ്കുവച്ചത്. തീർച്ചയായും ഗോകുലാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.